അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഈ അടുത്താണ് കേരളത്തിലെ ബാലുശ്ശേരി സ്കൂളിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോം നിർബന്ധമാക്കിയത്. മറ്റൊരു സർവകലാശാലയിൽ പുതുവർഷ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ ഒരുക്കിയ ഒരു ചിത്രീകരണത്തിലുണ്ടായിരുന്നത് പച്ചയായി മനുഷ്യന്റെ ലൈംഗികത പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിത്രീകരിച്ചുകൊണ്ട് അവിടെ എഴുതി വെച്ചു, ഇതിൽ നോക്കേണ്ട, തുറിച്ചു നോക്കേണ്ട, നിങ്ങൾ ഇതിൽ നിന്നാണ് ഉണ്ടായത് എന്ന് എഴുതി വെച്ചതും ഈ അടുത്താണ്. മഹാരാജാസ് കോളേജിലേക്ക് നോക്കുമ്പോൾ അവിടം തുടങ്ങി വെച്ചത് ജനറൽ ന്യൂട്രൽ ബാത്റൂമുകളായിരുന്നു. ഇതൊക്കെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് കേരളത്തിലെ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ വളർച്ച അധികരിച്ചു എന്നതിനെയാണ്. എന്നാൽ മറ്റു ലോക രാജ്യങ്ങളിലേക്ക് ഇതിന്റെ പഠനങ്ങളെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഇതിന്റെ അപ്രായോഗികത നമുക്ക് വ്യക്തമായി തരുന്നുണ്ട്. കേരളത്തിൽ പടരുന്നതിൽ ഏറ്റവും വലിയ രോഗത്തിനെ നമുക്ക് ഫെമിനിസം എന്ന് വിശേഷിപ്പിക്കാം. ഫെമിനിസത്തിന്റെ രണ്ട് വാദങ്ങൾ അവിടെ എഴുതപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ വാദത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജനറൽ ന്യൂട്രാലിറ്റി അഥവാ സ്ത്രീയും പുരുഷനും ഒരേ വസ്ത്രം ധരിച്ച് ഒരേ സമത്വമാണെന്ന് സ്ഥാപിക്കുക. രണ്ടാമത്തേത് ബുദ്ധിയിലും ശാരീരിക ക്ഷമതയിലും ഒരേ തരത്തിലാണ് സ്ത്രീയും പുരുഷനുമെന്നും. ഒന്നാമത്തെ വാദം എന്ന് എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവർ അതിതീവ്ര സമത്വത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ്. US നടത്തിയ ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ വ്യക്തമാക്കുന്നത് ഒരിക്കലും സ്ത്രീയും പുരുഷനും സമത്വത്തിലാവുകയില്ല. കാരണം അവിടെ ജനറൽ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമായി കൊണ്ടുവന്നത് USA ആയിരുന്നു. അവിടെ കൊണ്ടുവന്ന ജനറൽ ന്യൂട്രൽ യൂണിഫോമിന്റെ പരിണിത ഫലമായിട്ട് അവിടുത്തെ 23% ആൾക്കാർക്ക് അവരുടെ ജെൻഡർ ഏതാണെന്ന് അറിയാത്ത പ്രശ്നമുണ്ടായിരുന്നു എന്നത് ഈ ജനറൽ ന്യൂട്രൽ യൂണിഫോമിന്റെ അപാകതകളെ വിലയിരുത്തുന്നു. മറ്റൊന്നിലേക്ക് നോക്കുമ്പോൾ ജനറൽ ന്യൂട്രൽ ബാത്റൂമുകളാണ്. അത് ബ്രിട്ടനിലെ മറ്റൊരു പഠനം നമുക്ക് തെളിയിച്ചു തരുന്നത് അവിടം 70% ആക്രമണങ്ങളും ഉണ്ടായത് ഈ ജനറൽ ന്യൂട്രൽ ബാത്റൂമിൽ നിന്നായിരുന്നു. അവരുടെ ഫെമിനിസത്തിന്റെ രണ്ടാമത്തെ വാദം എഴുതപ്പെടുന്നത് ബുദ്ധിയിലും ശാരീരിക ക്ഷമതയിലും സ്ത്രീകൾ പുരുഷനെ പോലെ എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരിക്കലും സ്ത്രീയും പുരുഷനും ബുദ്ധിയിൽ ഒന്നല്ല. കാരണം പ്രശസ്ത സ്ത്രീ എഴുത്തുകാരിയായ ഡോക്ടർ ലുവാർ ബ്രിസന്റ് തന്റെ ഫീമെയിൽ ബ്രെയിൻ എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീയുടെയും പുരുഷന്റെയും തലച്ചോറിലെ സെറിബെല്ലം, കോർട്ടക്സ്, സെറിബ്രം എന്നിവയിൽ തികച്ചും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് തന്നെ ആ വ്യത്യാസത്തെ മറികടക്കാൻ ശ്രമിച്ചാൽ അവിടെ അരാജകത്വത്തിന് സാധ്യമാകുമെന്നാണ്. സ്ത്രീ തന്നെയായ ഡോക്ടർ ലുവർ ബ്രിസന്റിന്റെ ഈ ഒരു എഴുത്ത് ഇതിന്റെ അവരുടെ രണ്ടാമത്തെ വാദത്തെയും പൊളിച്ചെഴുതുന്നതാണ്. അഥവാ ഫെമിനിസം പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: സ്ത്രീവർഗത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുമില്ല എന്നാണ്. എന്നാൽ ഇത്തരം വാദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഈ മുദ്രാവാക്യത്തിനെ തകർത്തെറിയുന്നതാണ് ഈ നമ്മുടെ പഠനങ്ങൾ, മറ്റു വിദേശ രാജ്യങ്ങളിലെ പഠനങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. കേരളത്തിൽ പടരുന്ന മറ്റൊരു പ്രശ്നം തന്നെയാണ് LGBTQ, ട്രാൻസ്ജെൻഡർ അഥവാ അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സ് എന്നുള്ളത്. കേരളത്തിൽ ഇന്ന് സർവകലാശാലകളിൽ LGBTQ വളരെയധികം വർദ്ധിച്ചു വരികയാണ്. ട്രാൻസ്ജെൻഡേഴ്സായി രൂപമാറ്റം വരുത്തുന്ന തോന്നലുകൾക്കനുസരിച്ച് മാത്രം രൂപം മാറ്റം വരുത്തുന്ന ധാരാളം യുവാക്കളെ ഇന്ന് കേരളത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്, ഒരിക്കലും LGBTQ അതുപോലെ തന്നെ സെക്സ് വർക്കേഴ്സ് അതുപോലെ തന്നെ മറ്റു ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ ഒരിക്കലും രക്തദാനം ചെയ്യാൻ പാടില്ല. അതിന് തെളിവായിട്ടാണ് USA പഠനം വ്യക്തമാക്കുന്നത്. ഇത്തരം ആൾക്കാർ രക്തദാനം ചെയ്താൽ അവിടം 70% ആൾക്കാർ HIV രോഗബാധിതരായിരുന്നു. ഇത് നമുക്ക് ഈ
ഒരു LGBTQ-വിൻ്റെയും സെക്സ് വർക്കേഴ്സിൻ്റെയും മറ്റുമായിട്ടുള്ള പ്രശ്നങ്ങളെ വിലയിരുത്തി തരുന്നുണ്ട്. മറ്റൊരു പ്രശ്നമാണ് മനുഷ്യൻ്റെ ലൈംഗികതയെ പച്ചയായി ചിത്രീകരിക്കുക എന്നുള്ളത്. തികച്ചും മനുഷ്യൻ്റെ പച്ചയായി ലൈംഗികത ചിത്രീകരിക്കുന്ന മൃഗീയമാണ്. കാരണം ശാസ്ത്രവും ഇസ്ലാമും മതപരമായും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും സിഖും ഏവരും പറയുന്നത് ഹയവാനു നാത്തിക്ക് അഥവാ മനുഷ്യൻ വിവേകബുദ്ധിയുള്ള ജീവിയാണ്, മൃഗമാണ് വിവസ്ത്രനായി നടുറോട്ടിലുമൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അഥവാ ഈ വിഭാഗം നമുക്ക് അറിയിച്ചു തരുന്നത് അവർ സ്വന്തം മൃഗീയമാണെന്നാണ്. അഥവാ ഈ 3 കാര്യങ്ങളിലൂടെ നമുക്ക് പോകുമ്പോൾ മനസ്സിലാകുന്നത് കേരളത്തിലെ ഈ ലൈംഗികതയുടെയും ജനറൽ ന്യൂട്രാലിറ്റിയും പുരോഗമന വിദ്യാഭ്യാസത്തിനും വളരെയധികം കോട്ടം തട്ടിക്കുന്നതാണ് ഈ പഠനങ്ങൾ. അവസാനമായി ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് മതപരമായി ഈ ജനറൽ ന്യൂട്രാലിറ്റിയും മറ്റും വിരുദ്ധമാണ്, മതപരമായി വിരുദ്ധമാണ്, സാംസ്കാരികപരമായി വിരുദ്ധമാണ്, ശാസ്ത്രീയപരമായും വിരുദ്ധത തന്നെയാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.